അതായത് നമ്മുടെ നാട്ടിലെ പൂഞ്ഞാറിലെ PC ജോർജ് രാവിലെ ഒരു കാര്യം പറയും, ഉച്ചക്ക് വേറൊരു കാര്യം പറയും, വൈകുന്നേരം ഒന്ന് പറയും, രാത്രി സോറി പറയും. അതിലെന്താണ് സംശയം? PC ജോർജ് രാവിലെ ഒന്ന് പറഞ്ഞാൽ ഉച്ചക്ക് അത് മാറ്റി പറയും, വൈകുന്നേരം വേറൊന്ന് പറയും. ഞങ്ങൾക്കാർക്കും ഇതിൽ യാതൊരു സംശയമില്ല. മാരിയോ ജോസഫിന് ഇതിൽ എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഒരു മമതയുമില്ല. ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നീയും PC ജോർജുമായി നല്ല ബന്ധമുണ്ട്. നിങ്ങൾ ഒരർത്ഥത്തിൽ നല്ല ചങ്ങാത്തമാണ്. മുസ്ലിം സമൂഹത്തെ എതിർക്കുന്നതിലും മുസ്ലിം സമൂഹത്തിനെതിരെ വർഗീയത കിളമ്പുന്നതിലും നിങ്ങൾ രണ്ടുപേരും ഒറ്റ ചങ്ങാൻ. يا أيها الذين آمنوا لا تجدوا اليهود والنصارى أولياء بعضهم أولياء بعض. മാന്യമായി ഒരു ഖുർആൻ ആയത്ത് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ ഇയാൾക്കറിയില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു എന്ന് ഓതേണ്ട സ്ഥലത്ത് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ പറ്റാത്ത പണിക്ക് നിൽക്കരുത്. അതെങ്ങനെ? എനിക്ക് ഖുർആൻ അറിയും എന്ന് നാലാളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണമല്ലോ. അറിയില്ല ജോസഫ്, നിനക്ക് ഖുർആനും അറിയില്ല, നിനക്ക് ഇസ്ലാമും അറിയില്ല. ഇപ്പൊ ഒന്ന് ഓൾറെഡി വായിച്ചു. ആ വായിച്ചതിന്റെ അർത്ഥം ഞാൻ അങ്ങ് പറഞ്ഞുതരാം. ഇത് ഖുർആനിന്റെ 5-ാം അധ്യായം അൽ മാഇദ അതിന്റെ 82-ാമത്തെ. നീ ഓതി വെച്ചല്ലോ സൂറത്ത് മാഇദ 51-ഉം 82-ഉം ആയത്തുകൾ. എന്താണ് അതിൽ വൈരുദ്ധ്യമുള്ളത്? രണ്ടും രണ്ട് പശ്ചാത്തലമാണ്. ആർക്കെങ്കിലും അത് സംശയമുണ്ടെങ്കിൽ ഖുർആനിന്റെ മലയാള പരിഭാഷ നിങ്ങൾക്ക് തന്നെ നെറ്റിൽ കയറിയാൽ കിട്ടും. സഹോദരന്മാരെ, നിങ്ങൾ അതെടുക്കുക, അത് വായിക്കുക, അത് പഠിക്കുക. മാരിയ ജോസഫ്, താങ്കളോട് നന്ദിയുണ്ട്. ഇസ്ലാമിനെയും ഖുർആനെയും എത്ര കണ്ട് വിമർശിക്കുന്നുവോ അത്ര കണ്ട് ആൾക്കത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം താങ്കൾ സൃഷ്ടിക്കുന്നു എന്നതിൽ നന്ദിയുണ്ട്. താങ്കളുടെ വിമർശനവും താങ്കളുടെ വർഗീയതയും തുറന്നുകൊണ്ടേയിരിക്കുക. ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, സത്യം ജനങ്ങൾ അറിയട്ടെ.